ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, ഈ വെള്ളിയാഴ്ചയുടെ ഉച്ച ആയ ഈ നിമിഷം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ലഭിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സർവേശ്വരന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഈ കാലഘട്ടങ്ങളിൽ വളരെ വികസനം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ യൗവനക്കാരികളൊക്കെ വിദ്യാഭ്യാസത്തിൽ വളരെ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോഴും ഉന്നത ശ്രേണിയിൽ നിൽക്കുമ്പോഴും പലപ്പോഴും വാർത്തകളിൽ കൂടി മാധ്യമങ്ങളിൽ കൂടിയൊക്കെ പലപ്പോഴും മൂക്കത്ത് വിരൽ വെക്കുന്ന നിലവാരത്തിൽ പല വാർത്തകളും കടന്നു വരുമ്പോൾ മനസ്സിനെ വേദനപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒട്ടനവധി വാർത്തകൾ ഈ കാലഘട്ടത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളുടെ വളരെ പ്രതീക്ഷയോടെ മക്കളെ വളർത്തി വലുതാക്കി അവരാൽ സമൂഹത്ത് മാന്യത ലഭിക്കുമെന്നുള്ള ഒട്ടനവധി ചിന്തകൾ അവരെ ഭരിക്കുമ്പോഴും പലപ്പോഴും പല തലമുറകളും മാതാപിതാക്കളുടെ തലയെ താഴ്ത്തുന്ന അനുഭവത്തിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും അതുപോലെ തന്നെ ലഹരിയും മദ്യവും മയക്കുമരുന്നൊക്കെ തലമുറകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും അറിയുന്നില്ല, പലരും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുമ്പോൾ അവരുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിയാതെ അതിൻ്റെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ അവർ മുൻപോട്ട് യാത്ര ചെയ്യുന്ന ഒരു ചിത്രം ഇന്ന് നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതകൾ മുഖാന്തരം ചെകുത്താന്റെ നാട് എന്ന് പറയപ്പെടത്തക്ക നിലവാരത്തിൽ ഇന്ന് നമ്മുടെ ലോകം അല്ലെങ്കിൽ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ തലമുറകളുടെ തെറ്റായ ജീവിത നിലവാരം അല്ലെങ്കിൽ തെറ്റായ ജീവിതം മുൻപോട്ട് നയിക്കുന്നത് മുഖാന്തരം പലപ്പോഴും തലമുറകൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ക്യാമ്പസുകളിലൊക്കെ മദ്യവും മയക്കുമരുന്നൊക്കെ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം, നിങ്ങളെ അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട് എങ്കിൽ അത് സത്യസുവിശേഷത്തിനാണ്. പലപ്പോഴും പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, തെരുവോരങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ലജ്ജയും കൂടാതെ ഈ സന്ദേശങ്ങളൊക്കെ നൽകുന്നതെന്ന് പലപ്പോഴും പലരും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാന പുരസ്സരം ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ഞങ്ങളെ ഈ പാപത്തിൽ നിന്ന്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാൻ സമൂഹത്തിന് കൊള്ളാകുന്നവരാക്കി തീർത്ത ഒരു നല്ല നസ്രയനുണ്ട്. ആ നസ്രയന്റെ പാത പിന്തുടരുന്നത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അഭിമാനമാണ്, സന്തോഷമാണ് എന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. പലപ്പോഴും സ്കൂളുകളിലും ക്യാമ്പസുകളിലൊക്കെ ഒരു ചെറിയ സന്തോഷത്തിനു വേണ്ടി കൈമാറുന്ന ഈ ലഹരിയുടെ ഉപയോഗം പിന്നെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രകളിൽ അതിനെ മാറ്റിവെക്കുവാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് ജീവിതത്തിനകത്തേക്ക് കാർന്നു തിന്നുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ നല്ലൊരു ഭാവിയെ നശിപ്പിച്ചു കളയുന്ന ഈ മദ്യവും മയക്കുമരുന്നും നിങ്ങൾ വിട പറഞ്ഞ് അതിനോട് നോ പറഞ്ഞ് നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ തലയെ സമൂഹത്ത് ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയും. പല ഭവനങ്ങളിലും നിലവിളി ഉയരുമ്പോൾ, പല ഭവനങ്ങളിലും കഷ്ടത പെരുകി വരുമ്പോൾ, മാതാപിതാക്കളെ ചൊല്ലി മക്കൾ വിലപിക്കുമ്പോൾ, അതുപോലെ തന്നെ മക്കളെ കുറിച്ച് മാതാപിതാക്കൾ വിലപിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട പല ഭവനങ്ങളും ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരു ഏക വ്യക്തിയുണ്ട് എങ്കിൽ അത് സർവശക്തനായ കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്ന് ഇന്ന് പകൽ ഞങ്ങൾ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുകയാണ്. പലപ്പോഴും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് ലാഭമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. വയറ്റിപ്പിഴപ്പിന് വേണ്ടി പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതല്ലേ? അല്ല സുഹൃത്തെ, ഒന്ന് വിളിച്ചു പറയുവാൻ കഴിയും. പാപത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സമപ്രായക്കാർ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ പാപത്തിന്റെ മലിനതയിൽ പോകാതെ നല്ലൊരു ജീവിതം കാഴ്ചവെക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്.
പലപ്പോഴും മദ്യവും മയക്കുമരുന്നും ഈ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ജനിപ്പിച്ച മാതാപിതാക്കളെ ഉപദ്രവിക്കുമ്പോഴൊക്കെ വളരെ സങ്കടം തോന്നാറുണ്ട്. എന്താണ് ഇതിന്റെ കാരണമെന്നൊക്കെ പലപ്പോഴും ചിന്തിച്ച് മുൻപോട്ട് പോയപ്പോൾ ചെന്നെത്തിയത് പാപത്തിന്റെ മലിനത അല്ലെങ്കിൽ പാപം ആ വ്യക്തിയെ കാർന്നു പിടിച്ചിട്ട് ജനിപ്പിച്ച മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ, സഹോദരിയെ തിരിച്ചറിയുവാൻ കഴിയാതെ പല ഉപദ്രവങ്ങളും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകാറുണ്ട്. ചെറിയൊരു തുകയ്ക്ക് വാങ്ങിക്കൂട്ടുന്ന ഈ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുമ്പോൾ പിന്നെ എന്തു വിലയും കൊടുത്ത് അത് കൈവശമാക്കണമെന്നുള്ള ആഗ്രഹം മുഖാന്തരം ക്രിമിനലുകളെ പോലെ സമൂഹത്ത് കൊള്ളാത്തവരായി അല്ലെങ്കിൽ സമൂഹത്തിൽ പേരുദോഷമുള്ള വ്യക്തികളാക്കി തീർക്കുന്ന ഈ ലഹരിയുടെ ഉപയോഗം പലപ്പോഴും സമൂഹത്തിൽ നമ്മുടെ തലയെ താഴ്ത്തുവാൻ ഇടയായി തീരും. പ്രിയ സുഹൃത്തെ, ഒന്ന് വിളിച്ചു പറയാം. വിശുദ്ധ തിരുവഴുത്തിൽ ഇപ്രകാരം ഒരു പദം കാണുവാൻ കഴിയുന്നുണ്ട്, വാക്യം കാണുവാൻ കഴിയുന്നുണ്ട്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമെന്ന് തിരുവഴുത്ത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ രക്ഷ നേടുവാൻ ഇന്ന് പലരും പല മാർഗങ്ങൾ സ്വീകരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളുടെ സമ്പത്ത് കൊടുത്തിട്ട് രക്ഷ ലഭിക്കാതിരിക്കുമ്പോൾ, നേർച്ചകൾ കാഴ്ചകൾ അർപ്പിച്ചിട്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു രക്ഷ നേടാതിരിക്കുമ്പോൾ, വ്യക്തിപരമായ ഒരു രക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ, പുണ്യ സ്ഥലങ്ങളിൽ കടന്നുപോയി മോക്ഷത്തിന് വേണ്ടി പലതും ചെയ്ത് പലപ്പോഴും മോക്ഷം കിട്ടാതെ അലയുന്ന വ്യക്തികളെ ഒന്ന് പകൽ വിളിച്ചു പറയുവാൻ കഴിയും. നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്നേക്ക് 2025 വർഷത്തിനു മുൻപ് കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തു പാപികളെ സ്നേഹിച്ച് പാപികളോട് കൂടെ യാത്ര ചെയ്തു. എന്നിട്ടും പാപത്തിന്റെ ഒരു ലേശം പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ ലേശാതെ പാപത്തിൽ ജീവിക്കുന്നവരെ പാപമുക്തരാക്കി അവരെ വിടുവിച്ച ഒരു നല്ല കർത്താവിനെ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്നുറപ്പാണ്, ഈ സുവിശേഷം പല വ്യക്തികളുടെയും ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയിട്ടുണ്ട് എന്ന ചരിത്രം തന്നെ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇന്ന് പകൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഈ പ്രസംഗം പലരുടെയും ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തുമെന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ സുവിശേഷം നരഭോജികളുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോൾ മനുഷ്യനെ ഭക്ഷിക്കുന്ന നരഭോജികളെ പോലും നരസ്നേഹിയാക്കി മാറ്റിയ ഒരു നല്ല സുവിശേഷമാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്. ആ സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് രക്ഷ നേടുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, വിശുദ്ധ തിരുവഴുത്തിൽ കാരാഗ്രഹ പ്രമാണിയുടെ ഭവനം രക്ഷപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ശിഷ്യന്മാരുടെ ഒരു വലിയ ആരാധന വെളിപ്പെട്ടപ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം രക്ഷിക്കപ്പെട്ടതുപോലെ ഇന്ന് തകർച്ചയുടെ അങ്ങേയറ്റം ആയിരിക്കുന്ന ഭവനത്തിനകത്ത് കഷ്ടത അനുഭവിക്കുന്ന, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്ന പല ഭവനങ്ങളിനകത്തും സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരു നല്ല സുവിശേഷമാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൽവർത്തമാനം, നല്ല വർത്തമാനം എന്നൊക്കെ തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നോക്കിയാൽ നല്ല വാർത്ത എന്നുള്ള വാർത്തകൾ കേൾക്കുവാൻ വിരളമാണ്. എന്നാൽ നല്ല വാർത്ത എന്ന് അവകാശപ്പെടുവാൻ അധികാരത്തോടെ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്നത് ഈ സുവിശേഷം പല വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തി പല വ്യക്തികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒന്നാണ് എന്ന തിരിച്ചറിവും ബോധ്യവും ഉള്ളത് കൊണ്ടാണ് ഈ സുവിശേഷം ഞങ്ങൾ പലപ്പോഴും തെരുവോരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. പ്രിയ സുഹൃത്തെ, ഈ വിശുദ്ധ തിരുവഴുത്തിലേക്ക് നിങ്ങൾ തിരിയുമെങ്കിൽ, ഈ വിശുദ്ധ തിരുവഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ഒരു നാമമാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, ആ സുവിശേഷത്തിൽ വിശ്വസിക്കുക, അത് ഏറ്റുപറയുക. ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ
പാപത്തിന് പരിഹാരം വരുത്തുന്ന ആ കർത്താവിനെ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തുവാൻ കഴിയുമെന്ന്. പലർക്കും യേശുവിനെ അറിയാം, എന്നാൽ യേശുവിനെ സ്വീകരിക്കുവാൻ കഴിയാതെ, യേശുവിനെ സ്വന്തം രക്ഷിതാവെന്ന് സ്വീകരിക്കുവാൻ കഴിയാതെ, പലപ്പോഴും യേശുവിനെ അറിഞ്ഞിട്ട് കാര്യമില്ല സഹോദര സഹോദരി. ആ യേശുവിനെ നിങ്ങളുടെ അധരങ്ങളിൽ സ്വീകരിച്ച്, നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച്, സ്വന്തം വായാൽ ഏറ്റുപറഞ്ഞ് ആ രക്ഷിതാവിന്റെ പാത പിന്തുടരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ആര് പറയുന്നോ അവന്റെ ഭവനത്തിനകത്ത് സമാധാനം ദൈവം നൽകുവാൻ, രക്ഷ ദൈവം നൽകുവാൻ മതിയായ ദൈവമാണ്. വിശുദ്ധ വചനത്തിൽ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു വലിയ രക്ഷ നൽകുവാൻ കഴിയുന്ന നല്ല കർത്താവിനെ ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. പ്രിയ സുഹൃത്തെ, ആ യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് പകൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, ആ ദൈവം എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി തീർന്നതെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയുമായി കൊള്ളട്ടെ, ആ മേഖലയുടെ നടുവിലിരുന്ന് ഭവനത്തിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് ആയിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്, അല്ല ഒരു കിടക്കമേൽ കിടന്നുകൊണ്ടായിരിക്കാം എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത്, ഒരു രോഗത്താൽ ഭാരപ്പെട്ട് നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോഴായിരിക്കാം എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികളും നോക്കിയാൽ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു, എൻ്റെ ജീവിതത്തെ ഒന്ന് കഴുകണമേ, എൻ്റെ പാപത്തിന് മോചനം നൽകണമേ, ക്രിസ്തുവിന്റെ സാക്ഷിയായി, ക്രിസ്തുവിന്റെ പിൻഗാമിയായി ഞാൻ പിന്തുടരുവാൻ, ആ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുവാൻ ഇന്ന് പകൽ ഞാൻ തയ്യാറാകുന്നുവെന്ന് നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ രക്ഷിതാവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിനകത്തെ എല്ലാ അന്തരീക്ഷങ്ങളെയും മാറ്റുവാൻ സർവശക്തനായ ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊള്ളുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം വ്യത്യാസം വരുത്തിയ ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വലിയ രൂപാന്തരം വരുത്തുവാൻ, സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുവാൻ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായി തീരുവാൻ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയായി തീരുവാൻ, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളായി തീരുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ആ നല്ല കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ പിന്നെ പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കൊള്ളുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.